പലരും തിലകക്കുറി ചാർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രതീകമായി ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും മുമ്പായി പലരും തിലകം ചാർത്തുന്നത്. നെറ്റിയിൽ തിലകം പുരട്ടുന്നത് ശാന്തിയും ഊർജവും കൈവരുത്തുമെന്നാണ് വിശ്വാസം. ചന്ദനത്തിലകം, ഗോപീചന്ദനം, കുങ്കുമത്തിലകം, ഭസ്മം തുടങ്ങി നിരവധി തരം തിലകങ്ങൾ പ്രചാരത്തിലുണ്ട്. ഇതിൽ ചുവന്ന തിലകം ചാർത്തുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധിക്കണം. ചുവന്ന നിറത്തിലുള്ള തിലകം എല്ലാവർക്കും ചാർത്താനുള്ള ഒന്നല്ല. ഏതൊക്കെ ആളുകളാണ് ചുവപ്പ് നിറത്തിലുള്ള തിലകം വയ്ക്കാൻ പാടില്ലാത്തത് എന്ന് നോക്കാം. ചുവപ്പ് നിറവും ഗ്രഹങ്ങളുമായുള്ള ബന്ധവും. മനുഷ്യജീവിതത്തിൽ സന്തോഷത്തിന്റെ വരവും പോക്കും ഗ്രഹങ്ങളുടെ ചലനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഉയർച്ചാ താഴ്ചകൾ കൂടാതെ അവയുമായി ബന്ധപ്പെട്ട നിറങ്ങളും നമ്മുടെ ജീവിതത്തെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബാധിക്കുന്നു. എല്ലാ നിറങ്ങളിലും വച്ച് ഏറ്റവും ശക്തമായ നിറമാണ് ചുവപ്പ്. ചുവപ്പ് നിറവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ. ധൈര്യത്തിൻ്റെയും ധീരതയുടെയും ഗ്രഹമാണ് ചൊവ്വ. അതിനാൽ ഈ നിറത്തിനും ചൊവ്വയെ പോലെ ഒരു പ്രഭാവം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ചുവപ്പ് നിറം ആവേശത്തെയും കോപത്തെയും പ്രതിനിധീകരിക്കുന്നു. ജ്യോതിഷപ്രകാരം മേടം, വൃശ്ചികം രാശികളുടെ അധിപനാണ് ചൊവ്വ. ചൊവ്വയുടെ നിറം ചുവപ്പാണ്. അതിനാൽ ഈ രാശിക്കാർക്ക് ചുവപ്പ് നിറം വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഈ രണ്ട് രാശിക്കാരുടെ ജാതകത്തിലും ചൊവ്വ താഴ്ന്നതും അശുഭകരവുമാണെങ്കിൽ അവർ ചുവപ്പ് നിറം ഒഴിവാക്കണം. ഈ അവസ്ഥയിൽ ചുവപ്പ് നിറം ഇത്തരക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകില്ല. ജ്യോതിഷത്തിൽ ശനിയും ചൊവ്വയും പരസ്പരം ശത്രുഗ്രഹങ്ങളായി കണക്കാക്കപ്പെടുന്നു. ജ്യോതിഷപ്രകാരം ശനിയുടെ പ്രിയപ്പെട്ട നിറം കറുപ്പാണ്. ശനി ചുവപ്പിനെ വെറുക്കുന്നു. മകരം, കുംഭം രാശികളുടെ അധിപനായി ശനിയെ കണക്കാക്കപ്പെടുന്നു. അതിനാൽ മകരം, കുംഭം രാശിക്കാർക്ക് ചുവപ്പ് നിറം അശുഭകരമാണെന്ന് പറയപ്പെടുന്നു. ഇവർ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ചുവന്ന തിലകം ചാർത്തുന്നത് ശനിദേവനെ കോപിപ്പിക്കും. യോഗഗ്രന്ഥങ്ങൾ അനുസരിച്ച് ശരീരത്തിന്റെ മധ്യഭാഗത്ത് പ്രവർത്തിക്കുന്ന 7 പ്രധാന ചക്രങ്ങളുണ്ട്. അവ ഓരോന്നും ഒരു വ്യക്തിയുടെ ശാരീരികവും വൈകാരികവും മാനസികവുമായ ചില വശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആജ്ഞാചക്രം സ്ഥിതി ചെയ്യുന്ന പുരികങ്ങൾക്കിടയിൽ നെറ്റിയിലാണ് സാധാരണയായി തിലകം ചാർത്താറ്. ആജ്ഞാചക്രം അവബോധത്തിന്റെ കണ്ണ് ആയി കണക്കാക്കപ്പെടുന്നു. അതിലൂടെ ഒരു വ്യക്തിക്ക് ഒരാളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വിവരങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ഈ മൂന്നാം കണ്ണ് ഒരാളുടെ അസ്തിത്വത്തിന്റെ ആത്മീയ ശക്തിയായ ഒരു ഭാഗമാണ്. അത് ദൈവികതയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. അതിനാൽ ദിവ്യശക്തിയെ ആവാഹിക്കുന്നതിനായി ആജ്ഞാചക്രത്തിൽ തിലകം ചാർത്തുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരൻ വസിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അതിനാൽ ഓരോ വ്യക്തിയുടെയും ശരീരം ദൈവത്തിന്റെ ഒരു പുണ്യക്ഷേത്രമാണെന്നും അതിനാൽ അതിനെ അങ്ങനെ തന്നെ പരിപാലിക്കണമെന്നും ഹിന്ദു പുരാണങ്ങൾ അനുശാസിക്കുന്നു. തിലകം ചാർത്തുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു അലങ്കാരമായി പ്രവർത്തിക്കുന്നു. ജീവിതത്തിന്റെ ഉന്നതമായ ലക്ഷ്യത്തിൽ നിന്ന് പലപ്പോഴും ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന അശ്രദ്ധകൾ നിറഞ്ഞ ഒരു ലോകത്ത് ഒരാളുടെ ആത്മീയ ശ്രദ്ധ വീണ്ടും കേന്ദ്രീകരിക്കാൻ തിലകം നിങ്ങളെ സഹായിക്കുന്നു. എപ്പോഴാണ് തിലകം ചാർത്തേണ്ടത്? എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തിലകം ധരിക്കാം. എന്നാൽ പൊതുവെ പറഞ്ഞാൽ കുളിച്ചതിന് ശേഷം ശരീരം ഏറ്റവും വൃത്തിയുള്ളപ്പോൾ തിലകം പുരട്ടുന്നതാണ് നല്ലത്. ഏതെങ്കിലും തരത്തിലുള്ള പൂജയിൽ പങ്കെടുക്കുമ്പോൾ, ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോഴെല്ലാം തിലകം പുരട്ടുന്നത് വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.